ഒരേ നിലപാടെന്ന് SFIയും AISFും AISF പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങിയപ്പോൾ SFI വിദ്യാഭ്യാസ വകുപ്പിനെ നിലപാട് അറിയിച്ചെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞു. ഭിന്നതയില്ലെന്നും NEPക്കെതിരെ യോജിച്ച സമരവുമായി മുന്നോട്ടു പോകുമെന്നും AISF സംസ്ഥാന സെക്രട്ടറി അധീൻ അമ്പാടി വ്യക്തമാക്കി. ഗോപാൽ ശിലാസനൽ ഇരുവരുമായി സംസാരിക്കുന്നു. SSK ഫണ്ട് അടക്കം കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്ന ഫണ്ടുകൾ എന്നീ വിഷയങ്ങളിൽ SFIയും AISFും അടക്കമുള്ള ഇടത് വിദ്യാർത്ഥി സംഘടനകൾ യോജിച്ചുള്ള പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ്. അതിന്റെ സമരപ്രഖ്യാപനം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് നമ്മോടൊപ്പം ചേരുകയാണ്. ഒപ്പം മറ്റ് സംഘടനകളുടെ ഭാരവാഹികളുമുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഈ പ്രതിഷേധം യോജിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുന്നത്? ഈ ഉന്നത പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാവ്യവൽക്കരണ നയങ്ങൾ പല രൂപത്തിലാണ്. ഒന്ന് സാമ്പത്തികമായി ഉപരോധം ഏർപ്പെടുത്തി, മറ്റു തരത്തിൽ രാഷ്ട്രീയപരമായും മറ്റ് സാംസ്കാരികപരമായും പാഠപുസ്തകങ്ങളിലും മറ്റുമൊക്കെ ഓരോ മേഖലയായി തിരിച്ചുകൊണ്ട് ഇടപെടൽ നടത്തുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. PM-ശ്രീയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അതിനോട് സംഘപരിവാർ നിലപാടിനോട് ഒരു യോജിപ്പുമില്ല. NEPയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അന്ന് തന്നെ അതിൻ്റെ പ്രഖ്യാപനം നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളെ സംബന്ധിച്ചില്ല. എന്നാൽ ആ ഘട്ടത്തിൽ AISFിൻ്റെ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് പോയി ഞങ്ങൾ ബന്ധപ്പെട്ട ഘടകങ്ങൾ കാര്യങ്ങൾ അറിയിച്ച് ഞങ്ങളുടെ ആശങ്ക സർക്കാരിനെ അറിയിച്ച് അത് ഏത് വിധത്തിലാണ് എന്നുള്ളത് ചർച്ചയിലേക്ക് പോയി. ഞങ്ങൾ ആ കാലത്ത് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നിലപാട് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഒന്ന് തന്നെയാണ്. അതിൽ സമരങ്ങൾ വ്യത്യസ്തമായി സംഘടനകൾക്ക് തീരുമാനിക്കാം. ഇനി SFIയുടെ നിലയിൽ തന്നെ ജില്ലാതലങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസ് മാർച്ച് സംഘടിപ്പിക്കും. അതോടൊപ്പം തന്നെ ഇമെയിൽ ക്യാമ്പയിൻ കേരളത്തിൽ നിന്ന് 1 ലക്ഷം കുട്ടികൾ കേന്ദ്ര MHRD മിനിസ്റ്റർക്ക് ഞങ്ങൾ കുട്ടികളാണ്, ഞങ്ങൾക്കും അവകാശങ്ങളുണ്ട്, ഞങ്ങളുടെ അവകാശം ഹനിക്കരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് മെയിൽ അയക്കുന്ന ക്യാമ്പയിൻ. അത്തരത്തിൽ വിവിധ വിഷയങ്ങൾ SSK ഫണ്ട് കിട്ടാത്തത് മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധി വരെയുള്ള വിവിധ വിഷയങ്ങളിൽ യോജിച്ചുള്ള സമരത്തിലേക്കാണ് LDF വിദ്യാർത്ഥി സംഘടന കടക്കുന്നത്. അക്കാര്യത്തിൻ്റെ വിശദമായ വിവരങ്ങളൊക്കെയാണ് നമ്മോട് അവരുടെ സംസ്ഥാന ഭാരവാഹികൾ വ്യക്തമാക്കിയത്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.